ഒരു സേമിയ പായസം കഴിക്കാൻ തോന്നി. എന്നാൽ പിന്നെ ഒട്ടും ചിന്തിച്ചില്ല, നമുക്ക് ഇവരെയൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നെയ്യിൽ നന്നായിട്ടൊന്ന് സേമിയ മൂപ്പിച്ചെടുത്തു. അതിന് ശേഷം അടുത്തതായിട്ട് പാല് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം പാലിനും ഈ സേമിയയും കൂടെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തു. അവരൊന്ന് കൂട്ടായി സെറ്റായി തിളച്ച് വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് കുറച്ച് മണം കിട്ടാനായിട്ടും ടേസ്റ്റ് കൂട്ടാനായിട്ടും ഏലക്കാപ്പൊടി കൂടി ചതച്ചത് ചേർത്ത് കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് പാല് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. പഞ്ചസാര കൂടി ചേർത്തതിന് ശേഷം ഇനി പഞ്ചസാരയും സേമിയയും അവരൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. ആ നേരം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെയ്യിൽ മൂപ്പിച്ചെടുത്തിട്ടുള്ള തേങ്ങാക്കൊത്തും കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കാം. അവിടെ കാഷ്യൂ ഇട്ടില്ലായിരുന്നു, അതുകൊണ്ട് മുന്തിരി മാത്രം ഇട്ട് കൊടുത്ത് ഒന്ന് സമാധാനിപ്പിച്ച് മുന്തിരിയൊക്കെ നന്നായി വീർത്ത് വരുമ്പോൾ അതിന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പായസം റെഡി. ചുമ്മാ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു പായസമല്ലേ. അപ്പോൾ അങ്ങനെ പായസം ഉണ്ടാക്കി കഴിച്ചു. നല്ല തണുപ്പാണ് ബാംഗ്ലൂർ. ഈ തണുപ്പത്തെ ഇടയ്ക്ക് ഇങ്ങനെ പായസം കഴിക്കാൻ ഭയങ്കര രസമല്ലേ. എപ്പോഴും ഈ ബജിയും പിസയൊക്കെ കഴിച്ചാൽ മതിയോ. അപ്പോൾ ഇന്ന് പായസം ആക്കാമെന്ന് വിചാരിച്ചു.